പ്രമേഹമുള്ള ആൾക്കാർക്ക് പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമാണ്. അത് ബ്ലഡ് ഷുഗർ ലെവല് കുറയ്ക്കാനായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും ഒക്കെ അത് സഹായിക്കും. അപ്പൊ ആഹാരത്തിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ സിറ്റുവേഷനിലും വേണ്ടുന്നത്. എല്ലാ ഡിസീസ് കണ്ടീഷനിലും ബാലൻസ്ഡ് ആയിട്ട് തന്നെയാണ് വേണ്ടുന്നത്. അപ്പോൾ അതിനകത്ത് പ്രോട്ടീൻ സോഴ്സ് എന്ന് പറയുന്നത് പയറുപരിപ്പ്, കടല, ഫിഷ്, ചിക്കൻ, മുട്ടയുടെ വെള്ള, ഇതൊക്കെ പ്രോട്ടീൻ സോഴ്സ് ആണ്. പിന്നെ ഫൈബർ, സോലിബിൾ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതാണ്. സോലിബിൾ ഫൈബർ നമുക്ക് ഓട്സിനകത്ത്, അതുപോലെ ഉലുവ ഇട്ട് വെള്ളം കുടിക്കുന്നത് അഗ്രികൾച്ചർ കോളേജിൽ ഞങ്ങൾ പഠിച്ച സമയത്തുള്ള പഠനങ്ങളിൽ വളരെ നല്ല റിസൾട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഉലുവ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് അത് അങ്ങനെ വെള്ളമായിട്ട് കുടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ പൊടി തൈരിലോ മോരിലോ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കുടിക്കാം. കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ അതിൽ വളരെ വ്യത്യാസം കാണാറുണ്ട്. നമുക്ക് ഹണി കഴിക്കുമ്പോൾ നമ്മുടെ ഷുഗർ ആഡ് ചെയ്യുന്ന പോലെ അല്ല ഹണി ആക്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അതൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ ഒരു ദിവസം ഒരു ഡയബറ്റിക് പേഷ്യന്റിന് നമ്മൾ 50 to 55 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് പറയുന്നതെങ്കിൽ, പിന്നെ ടോട്ടൽ കാർബോഹൈഡ്രേറ്റിൽ ടോട്ടൽ എനർജിയിൽ 50 to 55 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതിനകത്ത് അതിന്റെ അളവ് കൂടാതിരിക്കാൻ നോക്കുക. ഇപ്പൊ വേറെ എന്തെങ്കിലും ഷുഗർ ആയാലും അത് കൺവേർട്ട് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാകും. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. ഫാറ്റിന്റെ ലെവൽ ഒരു 3 ടീസ്പൂൺ ഫാറ്റ് മതിയാവും ഒരു ദിവസം. അതിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. പിന്നെ മധുരമുള്ള സാധനങ്ങൾ ഒക്കെ ഒഴിവാക്കുക. അമിതാഹാരം ഒഴിവാക്കുക. പിന്നെ ലിമിറ്റിന് കഴിക്കുക. ഫ്രൂട്ട്സ്, ആപ്പിൾ അല്ലെങ്കിൽ പേരയ്ക്ക അല്ലെ പപ്പായ 2 കഷ്ണം, റോബസ്റ്റ, അതുപോലെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. പഴങ്ങളിൽ നമ്മൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പഴങ്ങളാണ് പ്രമേഹ രോഗികൾക്ക് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ ഏത്തപ്പഴമൊക്കെ കഴിക്കുമ്പം അതിൽ കാലറി ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് റോബസ്റ്റ പഴം കഴിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, പേരയ്ക്ക, മുസമ്പി, അതിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റിൽ നമുക്ക് ഇതിന് പകരം ഒരു ചെറിയ ലിമിറ്റിൽ വേറെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. നമുക്ക് ഫുഡ് എക്സ്ചേഞ്ച് ലിസ്റ്റിൽ ഉള്ള ഫുഡ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. പ്രമേഹം ഉള്ളവർ, ഇപ്പൊ ഇൻസുലിൻ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ 6 തവണ ചെറിയ ചെറിയ അളവുകളായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഒരു നേരത്ത് കൂടുതൽ കഴിക്കുക, അടുത്ത നേരത്ത് കഴിക്കാതിരിക്കുക, അങ്ങനെ വരുമ്പം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിന്റെ ആ ഒരു ലെവൽ വ്യത്യാസം നമുക്ക് വലിയ വേരിയേഷൻ വരും. അപ്പൊ അത് ഒഴിവാക്കുക. അതുപോലെ ആൽക്കഹോൾ ഒഴിവാക്കുക. ഒരുപാട് ഉപ്പും എണ്ണയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക.